തിരുവനന്തപുരം പൂവാറിലെ കപ്പൽ നിർമ്മാണശാല എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. സംസ്ഥാന ബജറ്റിലെ ധനമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രതീക്ഷയിലാണ് തീരദേശം. കേന്ദ്ര സർക്കാരുമായി ചർച്ച ചെയ്ത് കാര്യങ്ങൾ വേഗത്തിലാക്കാനാണ് സർക്കാർ നീക്കം. വിഴിഞ്ഞം തുറമുഖത്തിന് 10 കിലോമീറ്റർ മാത്രം അകലെ പൂവാറിൽ കപ്പൽ നിർമ്മാണശാല എന്നത് വർഷങ്ങൾക്ക് മുൻപേ ഉയർന്ന ആവശ്യമാണ്. ആ സ്വപ്നമാണ് രണ്ടാം പിണറായി സർക്കാർ യാഥാർത്ഥ്യമാക്കാൻ ഒരുങ്ങുന്നത്. സംസ്ഥാന ബജറ്റ് അവതരണത്തിനിടെയായിരുന്നു ധനമന്ത്രിയുടെ പ്രഖ്യാപനം. സർ, തെക്കൻ കേരളത്തിൽ പുതിയ കപ്പൽ നിർമ്മാണശാല സ്ഥാപിക്കണം എന്ന നിർദ്ദേശം ഉയർന്നു വന്നിട്ടുണ്ട്. കപ്പൽ നിർമ്മാണത്തിലും സമുദ്ര ഗതാഗതത്തിലും ഇന്ത്യയുടെ സാന്നിധ്യം പരിമിതമാണെന്നും ആയത് വർദ്ധിപ്പിക്കേണ്ടതുണ്ടെന്നും കേന്ദ്ര സർക്കാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരുമായി കൂടുതൽ ചർച്ചകൾ നടത്തും. കപ്പൽശാല തുടങ്ങാൻ കേന്ദ്ര സർക്കാർ മുൻകൈയെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇക്കാര്യത്തിൽ സംസ്ഥാനം ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കും. കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിൽ കപ്പൽ നിർമ്മാണ അറ്റകുറ്റപ്പണി കേന്ദ്രങ്ങളുടെ ക്ലസ്റ്റർ സ്ഥാപിക്കുമെന്ന് കേന്ദ്രം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. കപ്പൽ നിർമ്മാണത്തിനുള്ള അസംസ്കൃത വസ്തുക്കൾക്ക് 10 വർഷത്തേക്ക് കസ്റ്റംസ് നികുതി ഒഴിവാക്കിയിട്ടുമുണ്ട്. കപ്പൽ നിർമ്മാണത്തിന് സാമ്പത്തിക സഹായം നൽകുന്ന നയം പുതുക്കാനും കപ്പൽ നിർമ്മാണ ക്ലസ്റ്ററുകൾ തുടരാനുമുള്ള കേന്ദ്ര ബജറ്റിലെ നിർദ്ദേശവും പൂവാർ കപ്പൽശാലയ്ക്ക് ഗുണകരമാകുമെന്നാണ് പ്രതീക്ഷ. 20,000 കണ്ടെയ്നറുകൾ വഹിക്കാനാവുന്ന കൂറ്റൻ കപ്പലുകൾ നിർമ്മിക്കാൻ വരെ അനുയോജ്യമാണ് പൂവാറിലെ ഭൂപ്രകൃതി. തീരത്ത് നിന്നും 1/2 കിലോമീറ്റർ ദൂരം വരെ 13 മീറ്റർ സ്വാഭാവിക ആഴവും 1/2 കിലോമീറ്ററിനപ്പുറം 30 മീറ്റർ വരെയുള്ള ആഴവും പൂവാറിന്റെ പ്രത്യേകതയാണ്. നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരുന്നു. അതങ്ങനെ വന്ന് അവസാനം എന്താ ഇത് ലാസ്റ്റിൽ ഇപ്പോഴാകും ആഴക്കടൽ, ഇവിടെ ആഴക്കടലാണ്, യോജ്യമായ സ്ഥലം, ഇതിനപ്പുറത്ത് 1.5 കിലോമീറ്റർ മാറിയാണ് കപ്പൽ നിർമ്മാണശാലയ്ക്ക് പറ്റിയ സ്ഥലം എന്നൊക്കെ കണ്ടുപിടിച്ചു. ഇവിടെ നിന്ന് മെമ്മറാണ്ട് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. കേരള സർക്കാരാവട്ടെ അവിടുന്ന് കേന്ദ്ര സർക്കാരിലേക്ക് അയച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഈ നിമിഷം വരെയും അതിനെക്കുറിച്ച് ഒരു കപ്പൽശാല യാഥാർത്ഥ്യമാകുന്നതോടെ 15,000 തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കപ്പെടുക. കപ്പൽശാലയ്ക്കായി 100 ഏക്കർ ഭൂമി വേണമെന്നതായിരുന്നു കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ നിർദ്ദേശം. എന്നാൽ 3000 ഏക്കർ വരെ ഭൂമി ഏറ്റെടുക്കണമെന്ന കേന്ദ്രത്തിന്റെ നിർദ്ദേശം തിരിച്ചടിയാകുമോ എന്നതാണ് ആശങ്ക. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.